ഹായ് ചിൽഡ്രൻ, നമ്മൾ ഇന്നിവിടെ ഫ്രേസൽ വെർബാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫ്രേസൽ വെർബ് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഷുവറായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. 4 മാർക്ക് കൃത്യമായും നമ്മളത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ പ്രധാനമായി ഒരു 50 ഫ്രേസൽ വെർബാണ് നമുക്കുള്ളത്. അതിൽ ഒരു 30 എണ്ണം എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ആ എപ്പോഴും ചോദിക്കുന്ന ഫ്രേസൽ വെർബ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് തന്നിരിക്കുന്ന പാസേജ് നല്ലവണ്ണം വായിച്ചിട്ട് ഈ ഫ്രേസൽ വെർബിൻ്റെ അർത്ഥവുമായി ടാലി ആകുന്നെന്ന് നോക്കണം. എന്നിട്ട് മാത്രമേ എഴുതാവൂ. പിന്നെ ഫ്രേസൽ വെർബ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബിന് നമ്മൾ പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ. ഉദാഹരണത്തിന് ഗോ ഓൺ എന്ന് തന്നിരുന്നാൽ അതിനെ ബെൻഡ് ഓൺ എന്ന് എഴുതണം. അപ്പോൾ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നതെങ്കിൽ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബിനെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ എഴുതണം. അപ്പോൾ സാധാരണയായി കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോൾ ഓൺ. കോൾ ഓൺ. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഒരാളിനെ സന്ദർശിക്കുക. എക്സാമ്പിൾ, ഹി കോൾഡ് ഓൺ ഹിസ് അങ്കിൾ യെസ്റ്റർഡേ. സെക്കൻഡ് വൺ, കോൾ അറ്റ്. കോൾ അറ്റ്. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലം സന്ദർശിക്കുക. ദ ചിൽഡ്രൻ കോൾഡ് അറ്റ് ദ ലൈബ്രറി ടു റീഡ് ബുക്സ്. തേർഡ് വൺ, കം അക്രോസ്. come across. I came across my old friend in the park. Fourth one, put on. put on. put on എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുക. He put on his new dress. ഇതിനു മുമ്പ് പറഞ്ഞ come across എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യാദൃശ്ചികമായി കണ്ടുമുട്ടുക എന്നാണ്. അടുത്ത ഫിഫ്ത്ത് വൺ, made up his mind. made up his mind, തീരുമാനിക്കുക. He made up his mind to study well. Then next one, taken aback. taken aback, surprised. I was taken aback by the climax of the story. അതിശയിക്കുക. Next one, put forward. put forward, മുന്നോട്ട് വയ്ക്കുക. He put forward a new suggestion. give in. give in, കീഴടങ്ങുക. surrender. The thief was not ready to give in before the police. call off. call off, റദ്ദ് ചെയ്യുക. The match was called off due to rain. put up with. put up with, സഹിക്കുക. tolerate. he can't tolerate അല്ലെങ്കിൽ he can't put up with her bad behavior. turned up. turned up, എത്തിച്ചേരുക, വന്നെത്തുക. arrive. he turned up from Dubai today morning. gave away. gave away, വിതരണം ചെയ്യുക. to distribute. she gave away sweets to her friends. go on. go on, continue. ഇതിൻ്റെ past tense went on എന്ന് പറയും. she went on speaking for hours. set out. set out, യാത്ര പുറപ്പെടുക. the children set out for a trip to Ooty. make out. make out, മനസ്സിലാക്കുക. മനസ്സിലാകുക, മനസ്സിലാക്കുക. to understand. he cannot make out what is written in the letter. put across. put across, communicate, ആശയവിനിമയം നടത്തുക. she put across her ideas in English. get up.
ഗെറ്റ് അപ്പ് രാവിലെ എഴുന്നേൽക്കുക. ഷീ ഗോട്ട് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. Give up. ഗിവ് അപ്പ് ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. ത്യജിക്കുക, ഉപേക്ഷിക്കുക. ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ്. Get into. ഗെറ്റ് ഇൻ ടു അകത്തേക്ക് കയറുക. ഹി ഗോട്ട് ഇൻ ടു ദ ബസ് ആൻഡ് ഓക്യുപ്പൈഡ് എ വേക്കൻറ്റ് സീറ്റ്. Put out. പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ് തീ കെടുത്തുക. ദ ഫയർമാൻ ട്രൈഡ് ടു പുട്ട് ഔട്ട് ദ ഫയർ ഇൻസൈഡ് ദ ഹൗസ്. Put off. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുക. ദ എക്സാം വാസ് പുട്ട് ഓഫ് ഡ്യൂ ടു ദ ലീക്കിംഗ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. Pulled down. പുൾഡ് ഡൗൺ താഴേക്ക് വലിക്കുക. ഹി പുൾ ഡൗൺ ദ കേർട്ടൻസ് ഇൻ ഹിസ് റൂം. Take off. ടേക്ക് ഓഫ് ഊരി മാറ്റുക. ടു റിമൂവ്. ഹി ടുക്ക് ഓഫ് ഹിസ് ഹാറ്റ് ഫ്രം ഹിസ് ഹെഡ്. Call for. കോൾ ഫോർ ഡിമാൻഡ് ആവശ്യപ്പെടുക. ദ ലേബറേഴ്സ് കോൾഡ് ഫോർ ആൻ ഇൻക്രീസ് ഇൻ വേജസ്. Turn down. തള്ളിക്കളയുക. ടേൺ ഡൗൺ മീൻസ് തള്ളിക്കളയുക, നിരാകരിക്കുക. ദ മാനേജ്മെൻറ്റ് ടേൺ ഡൗൺ ദ റിക്വസ്റ്റ് ഓഫ് ദ ലേബറേഴ്സ് ഫോർ ദ ഇൻക്രീസ് ഇൻ വേജസ്. Go through. ഗോ ത്രൂ ടു എക്സാമിൻ ക്ലോസ്ലി സസൂക്ഷ്മം പരിശോധിക്കുക. ദ ടീച്ചർ വെൻഡ് ത്രൂ ദ ആൻസർ പേപ്പേഴ്സ്. Go for. ഗോ ഫോർ അറ്റാക്ക് ആക്രമിക്കുക. ഷീ ഗോ ഫോർ ഹിം വിത്ത് ക്ലോഡ് ഹാൻഡ്സ്. Turned away. ടേൺഡ് അവേ മാറിപ്പോകുക. വി ഷുഡ് ടേൺ അവേ ഫ്രം ഫൗൾ പീപ്പിൾ. Pay off. പേ ഓഫ് കടം വീടുക. വി ഷുഡ് പേ ഓഫ് ഓൾ അവർ ഡെറ്റ്സ്. End up. എൻ്റെ പര്യവസാനിക്കുക. ഇഫ് വി ഡു നോട്ട് സ്പെൻഡ് ദ മണി വൈസ്ലി അവർ ലൈഫ് വിൽ എൻഡ് അപ്പ് ഇൻ എ കയോസ്. Get along. ഗെറ്റ് അലോങ് സുഖമായി ജീവിക്കുക. വി ഷുഡ് ഗെറ്റ് അലോങ് വിത്ത് അവർ ഫാമിലി മെമ്പേഴ്സ്. Put down. പുട്ട് ഡൗൺ അടിച്ചമർത്തുക. സപ്രസ്. ദ ആർമി ട്രൈഡ് ടു പുട്ട് ഡൗൺ ദ മിലിറ്റൻസ്. Go off. ഗോ ഓഫ് ബെൻഡ് ഓഫ് രണ്ടും ഒരേ അർത്ഥമാണ്. എക്സ്പ്ലോഡ് വെടിപൊട്ടുക. അൺഫോർച്ചുനേറ്റ്ലി ദ ഫയർ വെൻഡ് ഓഫ് ഫ്രം ദ ഗൺ. Keep on. കീപ്പ് ഓൺ തുടരുക. ഷീ കെപ്റ്റ് ഓൺ സ്പീക്കിംഗ് അബൌട്ട് ദ ന്യൂ പ്രോജക്റ്റ്. Look after. ലുക്ക് ആഫ്റ്റർ ശുശ്രൂഷിക്കുക, പരിപാലിക്കുക. ദ മദർ ലുക്ക് ആഫ്റ്റർ ഹർ ചിൽഡ്രൻ വെരി വെൽ. Set in. സെറ്റ് ഇൻ തുടങ്ങുക. ദേ സെറ്റ് ഇൻ എ ന്യൂ ബിസിനസ്. Get over. ഗെറ്റ് ഓവർ തരണം ചെയ്യുക. വി ഷുഡ് ഗെറ്റ് ഓവർ ദ ക്രൈസിസ് ഓഫ് ദിസ് വൈറസ്. ടേക്ക് ആഫ്റ്റർ റിസംബിൾ രൂപസാദൃശ്യം ഉണ്ടായിരിക്കുക. ഷീ ടേക്സ് ആഫ്റ്റർ ഹർ മദർ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആവർത്തിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഫ്രേസൽ വെർബ്സ്. നിങ്ങളിത് പഠിക്കുക, എഴുതി പഠിക്കുക, സെൻറ്റൻസും കൂടി ഉണ്ടാക്കി എഴുതി പഠിക്കുക. 4 മാർക്ക് കൃത്യമായും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നതെങ്കിൽ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബിനെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ. ഇത്രയും കാര്യങ്ങളാണ് ഫ്രേസൽ വെർബിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ ഗ്രാമർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇത് പഠിക്കുക. 4 മാർക്ക്
സ്കോർ ചെയ്യുക. നല്ലവണ്ണം അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം തന്നിരിക്കുന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥവും കൂടി യോജിപ്പിച്ച് എഴുതേണ്ടത്. കുറച്ച് കോമൺ സെൻസും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂരിപ്പിക്കാൻ പറ്റാത്ത ഫ്രേസൽ വെർബ് കറക്റ്റായിട്ട് എഴുതാൻ കഴിയും. ആദ്യം നന്നായിട്ട് പാസേജ് വായിക്കുക, തന്നിരിക്കുന്ന ഫ്രേസൽ വെർബ് നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കുക, അറിയാനുള്ളത് പൂരിപ്പിക്കുക. ബാക്കി പ്രയാസമായിട്ട് വരുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രേസൽ വെർബ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒരല്പം ബുദ്ധിമുട്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി. നമ്മൾ പോകുന്നതിന് മുമ്പ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെൽ ചെയ്തിട്ട് ഓൾ ഇത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വീഡിയോ ഇട്ടാലും അത് നിങ്ങൾക്ക് കണ്ട് എക്സാമിന് നല്ല സ്കോർ കിട്ടാൻ വേണ്ടി സഹായകരമാണ്. നന്ദി.